ഹലോ ഡിയേഴ്സ്, ഐ എം ദിവ്യ പ്രിൻഡോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പി എസ് സിയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അത് ഓൾ ഓവർ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മുഖത്ത് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്ത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ഇന്നലെ വർക്കിന് ശേഷം ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ഞാനൊന്ന് അടുക്കി പെറുക്കി, പക്ഷേ നമ്മുടെ ബ്രഷും അതുപോലെ തന്നെ പാലറ്റും ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇത് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അത് ക്ലീൻ ചെയ്താലേ ബാക്കി പരിപാടികൾ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ വർക്കിന് ശേഷവും നമ്മുടെ ബ്രഷും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പാലറ്റും എല്ലാം ക്ലീൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട്. എനിക്ക് വൃത്തി മുഖ്യം ബിഗിലെയാണ്. സോ നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത വർക്ക് തുടങ്ങുന്നുള്ളൂ. ഇത് ക്ലീനിങ്ങും നമുക്കൊരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. രസമുള്ള കാര്യമാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ ബ്രഷ് ക്ലെൻസറാണ്. അത് കുറച്ചൊരു ഫേഷ്യൽ ടിഷ്യൂലേക്ക് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ബ്രഷ് വെച്ച് പയ്യെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ആ ബ്രഷിലുള്ള എന്താണ് ഐ ജെല്ലോ അതുപോലെ ഫൗണ്ടേഷൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കോളും. അപ്പോൾ ഈ പാലറ്റ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ സ്റ്റുഡിയോ ഇങ്ങനെ ക്ലീനായിട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. എനിക്കാണെങ്കിൽ അത് നിർബന്ധമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്ലീനായിട്ടിരിക്കുന്ന ഒരു ആംബിയൻസിലാണ് നമുക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതുകൊണ്ട് സ്റ്റുഡിയോയുടെ ആ ഒരു വൃത്തി ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബ്രഷ് ക്ലീനിങ്ങും എല്ലാം ഡണ്ണായി. ഇനി നമ്മുടെ ഫേസിലെ ആ ഒരു ആർട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫേസ് പെയിൻറ്റ് പാലറ്റ് ഉണ്ടായിരുന്നു. അത് പോയി മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പോയിട്ടോ. ക്രയോണ്ട് തന്നെയാണ്, അത് പൂത്ത് പോയി. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അതെടുത്ത് കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്രയോണ്ട് ഐ ഷാഡോ പാലറ്റിലെ കളേഴ്സാണ്. അത് ഞാനിങ്ങനെ ഇളക്കി ചുരണ്ടി എടുത്തിട്ട് അതിനകത്ത് വാട്ടർ വെച്ച് മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എന്താണെന്ന് ഏകദേശം ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പട്ടാളക്കാരുടെ ഡ്രസ്സിൻ്റെ ആ ഒരു പ്രിൻ്റില്ലേ, മിലിറ്ററി പ്രിൻ്റില്ലേ, ആ ഒരു സാധനമാണ് ഞാൻ ഫേസിൽ വരയ്ക്കാൻ നോക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഒരു ഫേസ് പെയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഫിനിഷിങ് വരത്തുമില്ല. ഒരു 2 to 3 ടൈംസ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യണം. നല്ലൊരു പിഗ്മെൻറ്റേഷൻ കിട്ടണമെങ്കിൽ അത് ഭയങ്കര പാടാണ്. പിന്നെ വൃത്തിയായിട്ട് ചെയ്തെടുക്കാനും ഭയങ്കര പാടാണെന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായിട്ട് പാടാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രയും പാടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഫേസ് ഒരു ഹാഫ് ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് കുറച്ച് ചെയ്ത് നിർത്തേണ്ട അവസ്ഥയാണ്. കാരണം ഈ ഇത്രയും തന്നെ ചെയ്തെടുത്തേ 1 മണിക്കൂർ പോയിട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. എനിക്കാണെങ്കിൽ ഇന്ന് അത്രയും സമയം കളയാനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഏറെക്കുറെ ഒന്ന് വരച്ച് അത്രയും വൃത്തിയായിട്ട് വരയ്ക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം ഫേസ് നമ്മൾ ഒരു 2-3 കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മിലിറ്ററിക്കാരുടെ ഒരു പ്രിൻറ്റിൽ ഈ ഒരു പച്ച കളറ് ഫേസിൽ വൃത്തിയായിട്ട് വരാനായിരുന്നു ഏറ്റവും പാട് കേട്ടോ. കാരണം ആ ഒരു കളർ എന്താണോ വൃത്തിയായിട്ട് അങ്ങ് വരുന്നില്ലായിരുന്നു. പിന്നെ ഒരുവിധമൊക്കെ അത് വരച്ചൊപ്പിച്ചു. ഇനി ബാക്കിയുള്ള ആ ഒരു പോർഷനില്ലേ, നമ്മൾ സെഫോറയുടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുവാണ്. വളരെ മിനിമലായിട്ട് ലൈറ്റായിട്ട് കവറേജ് വരുന്നൊരു ഫൗണ്ടേഷനാണ് ഇത്. വളരെ നല്ല ഫൗണ്ടേഷനാണ്. അപ്പോൾ ഭയങ്കര നാച്ചുറൽ ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓവർ പുട്ടി ഫീൽ അത്ര ഒരു ഒറിജിനാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷനാണ് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു ഓറഞ്ച് കളറ് നമ്മൾ ഇതുപോലെ തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഐ ഷാഡോ തന്നെയാണ് കേട്ടോ ഇതും. അപ്പം ഫസ്റ്റ് ഓറഞ്ച് ഇട്ടു. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ലിപ്പ് ലൈനറിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഞാനൊരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അശോകചക്രം ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു സ്പേസും നമുക്ക് കണക്കാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ദെൻ ഒരു വൈറ്റ് ഐ പെൻസിൽ വെച്ചിട്ട് ഞാൻ ആ വൈറ്റ് കളർ കൊടുത്തു ഫ്ലാഗിൻ്റെ. അതിന് ശേഷം ഒന്നുകൂടി ആ ഒരു റൗണ്ട് നമ്മൾ പ്രൊമിനൻ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. എൻ്റെ അമ്മേ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ അത് ഈ ഫേസ് പെയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഐ ഷാഡോ പാലറ്റിലെ പൊടി എപ്പോഴും ഇളക്കിയെടുത്ത് അത് നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് ഇത്രയും വരയ്ക്കണമെങ്കിൽ നല്ല പണിയാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വിങ്സ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ മാക്കിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടൊരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തിരി മസ്കാരങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ദെൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുവാണ്. ലിപ്സ്റ്റിക്ക് ഹ്യൂഡാ ബ്യൂട്ടിയുടെ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ ലുക്ക് റെഡി. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേയും വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.